بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1790 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു وتسبحوه بكرة وأصيلا إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുൽ ഫത്ഹിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കുകളുടെ മേൽ സത്യവിശ്വാസികൾക്ക് ഹുദൈബിയ സന്ധിയിലൂടെ ഒരു വലിയ വിജയമാണ് നേടാൻ സാധിച്ചത് എന്നതാണ് സൂറത്തുൽ ഫത്ഹിന്റെ തുടക്കം മുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ 9-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗത്തിൽ 7-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗത്തിൽ വിശദമായി പരാമർശിക്കപ്പെടുകയുണ്ടായത്. അല്ലാഹു വിശ്വാസികൾക്ക് അതൊരു വലിയ വിജയമാവേണ്ടതിനു വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ നടപ്പിലാക്കിയ ഒരു കാര്യമാണതെന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, നിശ്ചയമായിട്ടും നാം താങ്കൾക്ക് ഒരു തെളിഞ്ഞ വിജയം നൽകിയിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അതിന് അള്ളാഹുവിന് ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ വിശദമാക്കപ്പെടുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം പൂർത്തിയാവണം. അദ്ദേഹത്തിന്റെ വീഴ്ചകളൊക്കെയും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. വിജയത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ട മാർഗദർശനം അദ്ദേഹത്തിന് നൽകണം. ഏറ്റവും അഭിമാനകരമായ സഹായം അദ്ദേഹത്തിന് നൽകണം. ഇതൊക്കെയാണ് അതിലൂടെ അള്ളാഹു ലക്ഷ്യമിട്ടിരുന്നത് എന്നത് വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരു വിജയം ഖുറൈശികളുമായി ഉള്ള ഇതുവരെ ഉണ്ടായിരുന്ന ഇടപഴകലിൽ അല്ലെങ്കിൽ അവരുമായി ഉണ്ടായ എൻഗേജ്മെന്റിൽ അവരുടെ മേൽ വിജയം സ്ഥാപിതമാക്കുന്ന വിധത്തിലുള്ള ഒരു നയപരമായ നടപടിയായിട്ട് അള്ളാഹു
തന്റെ പ്രവാചകനെ കൊണ്ടും സത്യവിശ്വാസികളെ കൊണ്ടും ചെയ്യിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. യഥാർത്ഥത്തിൽ അതിനു വേണ്ട അനുകൂല സാഹചര്യങ്ങൾ അല്ലാഹു ഒരുക്കുകയായിരുന്നു. മദീനയിലെ സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും മനസ്സിൽ അവൻ സമാധാനം ഇറക്കിക്കൊടുത്തു. അവരുടെ വിശ്വാസം ഉണ്ടായിരിക്കെ അതിന് വർധനവ് നൽകിക്കൊണ്ട് അവരെ വിശ്വാസപരമായി ദൃഢപ്പെടുത്തി. എന്നിട്ട് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടിയുള്ള യാത്ര നടത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടാൻ 1400 ആളുകൾ യാതൊരു വൈമനസ്യവും ഇല്ലാതെ, യാതൊരു ഭയാശങ്കകളും ഇല്ലാതെ പുറപ്പെടാൻ സന്നദ്ധരായി രംഗത്ത് വരികയാണ്. അങ്ങനെയാണ് ആ യാത്ര നിർവഹിക്കപ്പെടുന്നതും വഴിയിൽ തടയപ്പെടുന്നതും ഹുദൈബിയയിൽ സന്ധി സംഭാഷണം നടന്ന് തീരുമാനം ആവുന്നതും അവിടുന്ന് ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് അവര് മദീനയിലേക്ക് മടങ്ങുന്നതൊക്കെ. ആ മടക്കയാത്രയിൽ ആണ് ഈ സൂറത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കപ്പെടുന്നത്. അതില് ഇപ്പോ നടന്നിരിക്കുന്ന സംഗതി വളരെ തെളിമയുള്ള ഒരു വിജയം തന്നെയാണ് എന്നത് വെളിപ്പെടുത്തുന്ന, പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിന് പ്രപഞ്ച സാകല്യത്തിലായി അവന്റെ ഇച്ഛകൾ നടപ്പിലാക്കാൻ ആവശ്യത്തിന് എത്ര വേണമെങ്കിലും അതിന് കരുത്തും ശക്തിയും കഴിവും ഒക്കെയുള്ള സൈന്യങ്ങളുണ്ട്. പക്ഷെ ആ സൈന്യങ്ങളെ ഇറക്കിക്കൊണ്ടോ അവര് മുഖേന കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടോ അല്ല ഇപ്പോ അള്ളാഹു മക്കയിലെ മുശ്രിക്കുകളുടെയും കുഫാറുകളുടെയും മേൽ സത്യവിശ്വാസികൾക്ക് വിജയം നൽകിയിട്ടുള്ളത്. മറിച്ച് അതിനു വേണ്ട കരുനീക്കങ്ങൾ നടത്തുവാനും അതില് ഈ മുശ്രിക്കുകളുമായി ആവശ്യമായ എൻഗേജ്മെന്റ്സ് നടത്തുവാനും ഒക്കെ അള്ളാഹു വിശ്വാസികളെ തന്നെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ട പിൻബലം നൽകിക്കൊണ്ട് അവരെ ചുമതലപ്പെടുത്തിയ കാര്യമാണ്, അവരത് നിർവഹിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കാണുകയുണ്ടായത്. അള്ളാഹുവിന്റെ സൈനികരെ ഒന്നും ഇറക്കാതെ തന്നെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് മേൽ കൂടിയ വിശ്വാസം അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസപരമായ ദാർഢ്യത ആ അനുഭവങ്ങളിലൂടെ കൈവരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുകയുണ്ടായത് എന്നതാണ് മുകളിലെ ആയത്തുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇന്ന് 8 മുതൽ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ വായിക്കുന്നത്. അത് മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്കാണ് ഇവിടെ അള്ളാഹു ക്ഷണിക്കുന്നത്. ഇന്നാ അർസൽനാക ഷാഹിദം വ മുബശ്ശിറം വ നദീറ. അഭിസംബോധന തുടക്കം മുതലുള്ള പോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട്. തുടക്കത്തിൽ അങ്ങനെയാണല്ലോ, ഇന്ന ഫതഹ്ന ലക, നിശ്ചയമായിട്ടും താങ്കൾക്ക് നാം വിജയമുണ്ടാക്കി തന്നിരിക്കുന്നു എന്നാണല്ലോ അവിടെ പറഞ്ഞത്. അതേ അഭിസംബോധന ശൈലിയിലാണ് ഈ ഭാഷണം തുടരുന്നത്. പക്ഷെ വിഷയം മറ്റൊന്നിലേക്ക് മാറിയിട്ടുണ്ട്. അത് തീർത്തും പുതിയതല്ല, നേരത്തെ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ള മറ്റൊരു കാര്യം. ഇന്ന അർസൽനാക്ക, നിശ്ചയം താങ്കളെ നാം നിയോഗിച്ചയച്ചിരിക്കുന്നു, ഷാഹിദൻ, ഒരു സാക്ഷിയായിട്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം സത്യം വെളിപ്പെടുത്തുന്നവനായിട്ട്, വ മുബശ്ശിറൻ, സന്തോഷ വാർത്ത നൽകുന്നവനായിട്ടും, വ നദീറൻ, താക്കീതുകാരനായിട്ടും. ഈ 3 കാര്യങ്ങള് ശ്രദ്ധാപൂർവം നിർവഹിക്കുന്ന ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട വിധത്തിലാണ് പ്രവാചകരെ താങ്കളെ നാം അയക്കുകയുണ്ടായത്. മുർസലായിട്ട്
അയക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് ഷാഹിദായിട്ടാണ്. ഒരു സമൂഹത്തിന് ദൈവികമായ സത്യം പകർന്നു നൽകി എന്നതിന് സാക്ഷിയായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിലകൊള്ളുന്നത്. ഇത് മറ്റു പലയിടങ്ങളിലും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയില് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത എന്ന് തുടങ്ങുന്ന ആയത്തില് ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ എന്ന് പറയുന്നത് കാണാം. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യം നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് റോൾ മോഡൽ ആവുക, നിങ്ങളുടെ കാര്യത്തിൽ സാക്ഷിയാവുക, നിങ്ങൾക്ക് ദൈവിക സത്യം പകർന്നു നൽകപ്പെട്ടു എന്നത് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇതേ പദത്തിന്റെ വേറെ രൂപമാണ്. ഷാഹിദ് എന്ന പദമാണ് ഇവിടെ ഉള്ളത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷഹീദ് എന്നതാണ്. ഇതൊക്കെ ഷഹീദ എന്ന റൂട്ട് വേർഡിൽ നിന്ന് വരുന്ന പദങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ വിവിധ തലങ്ങളും വശങ്ങളും ഒക്കെ ഇപ്പോ അതിന്റെ പൂർത്തീകരണ വേളയിലേക്ക് എത്തുമ്പോ ഒന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. താങ്കളെ നിയോഗിച്ച് അയക്കപ്പെട്ടിരിക്കുന്നത് ഷാഹിദായിട്ടാണ്, മുബശ്ശിറായിട്ടാണ്, നദീറായിട്ടാണ്. കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവിക ദർശനം, ദൈവിക സത്യം ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ വ്യക്തതയോടുകൂടി പകർന്നു നൽകപ്പെട്ടിരിക്കുന്നു എന്നതിന് സാക്ഷിയാവേണ്ട ആളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. അത് നിർവഹിക്കുന്നു, അത് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു, അതിന് സാക്ഷിയുമാകുന്നു. അപ്പോ സത്യം വെളിപ്പെടുത്തുന്നവനാണ് സത്യം വെളിപ്പെടുത്തപ്പെട്ടു എന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടവനുമാണ്. അതുപോലെ മുബശ്ശിറും നദീറുമാണ്. എല്ലാ പ്രവാചകന്മാരും ബഷീറും നദീറുമായിട്ട് നിയോഗിക്കപ്പെട്ടത് നമ്മൾ ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാം. സന്തോഷ വാർത്ത നൽകുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ പുനരാവിഷ്കരിക്കുന്ന ആളുകൾ സന്തോഷ വാർത്ത അർഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി അള്ളാഹു ജീവിത വിജയം നേടിയവർക്കുള്ള സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ജീവിത വിജയം കൈവരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പാരിതോഷികങ്ങള് അത്തരം ആളുകൾക്കായിട്ട് ഒരുക്കി വെച്ച കാര്യം അള്ളാഹു സന്തോഷ വാർത്തയായിട്ട് തന്റെ ദൂതന്മാരും മുഖേന അറിയിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ ദൂതന്മാരും മുബശ്ശിറുകളാണ്. അതേപോലെ തന്നെ എല്ലാ ദൂതന്മാരും താക്കീതുകാരുമാണ്. അള്ളാഹുവിന്റെ മാർഗദർശനം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും സ്വന്തം ബുദ്ധിയെയും തിരിച്ചറിവിനെയും വരെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾ ഏറ്റുവാങ്ങാൻ പോകുന്നത് ഏറ്റവും ദുരന്തപൂർണമായ പരിണതിയാണ്. അവർക്കായി ഒരുക്കപ്പെട്ടതാണ് നരകം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ പ്രവാചകന്മാരും താക്കീതായിട്ട് അറിയിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ആസൂത്രണം ഇവിടെ നിർവഹിക്കപ്പെട്ട കാര്യം തുടക്കത്തിൽ പരാമർശിച്ചു കഴിഞ്ഞുവല്ലോ. അപ്പോ ആ കാര്യങ്ങള് ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 പദവികളിലാണ് താങ്കൾ നിലകൊള്ളുന്നത്. ഷാഹിദാണ്, മുബശ്ശിറാണ്, അതുപോലെ നദീറാണ്. ഈ 3 കാര്യങ്ങള് താങ്കളുടെ ഒരു ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയുന്ന പോലെയാണ് അള്ളാഹുയുടെ കാര്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യ നിർവഹണത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ 3 റോളിലും വേണ്ട വിധത്തിൽ പ്ലേ ചെയ്തോ എന്നത് ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഷാഹിദാവേണ്ടത് ആ കാര്യം ചെയ്തിട്ടുണ്ടോ, മുബശ്ശിറായിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ, നദീറായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ച് ഇങ്ങനെ ടിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് പോലെ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട വിധത്തില് അള്ളാഹു
തന്റെ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന അർസൽനാക ഷാഹിദം വ മുബശ്ശിറം വ നദീറ. എന്തിനാണ് അങ്ങനെ ഈ 3 റോളിലായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ നിയോഗിച്ചയച്ചതിന് ഒരു ലക്ഷ്യമുണ്ട്. ലിതുഅ്മിനൂ ബില്ലാഹി വ റസൂലി. ഒരു സമൂഹത്തോട് പറയുന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനെ അല്ല, മറിച്ച് മുഴുവൻ മനുഷ്യരെയുമാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നതെന്ന് ആ വാചക ഘടനയിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോ വിശ്വാസികളോടും മനുഷ്യരോടും പൊതുവായിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ വിശ്വാസികളാകാൻ വേണ്ടിയാണ്. ലിതുഅ്മിനൂ ബില്ലാഹി. അള്ളാഹുവിന്റെ പ്രവാചകനെ അവൻ ഷാഹിദും മുബശ്ശിറും നദീറുമായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായത് എന്തിനു വേണ്ടിയാണ്? ലിതുഅ്മിനൂ ബില്ലാഹി. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല അഭിസംബോധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ലല്ലോ വിശ്വാസിയാവേണ്ടത്, മുഴുവൻ മനുഷ്യരോടുമായിട്ടുള്ള അഭിസംബോധനയാണ്. മുഖ്യമായും സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായ, ആ മാർഗത്തിൽ പോരാടാനും ത്യാഗങ്ങൾ അനുഭവിക്കാനും സന്നദ്ധരായ നബിയോടൊപ്പം നിലകൊണ്ട ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗ്യം സിദ്ധിച്ചവരാകാൻ വേണ്ടിയാണ്. ലിതുഅ്മിനൂ ബില്ലാഹി. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ആണ്, നിങ്ങൾക്ക് ഈമാൻ ലഭിക്കുന്നതിനുള്ള ഒരു സൗഭാഗ്യം നേടാൻ വേണ്ടിയാണ് അള്ളാഹു തന്റെ ദൂതനെ ഈ 3 റോളിലുമായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായത് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ലിതുഅ്മിനൂ ബില്ലാഹി. അള്ളാഹുവിൽ മാത്രമല്ല, ലിതുഅ്മിനൂ ബില്ലാഹി വ റസൂലി. അള്ളാഹുവിലും അവന്റെ ദൂതനിലും നിങ്ങൾ വിശ്വാസമുള്ളവരാകാൻ വേണ്ടിയാണ്. ഇത് പറയുന്നത് അള്ളാഹു ഇവിടെ വിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുള്ള ജനങ്ങളോട് മുഖ്യമായും ഉദ്ദേശിച്ചുകൊണ്ട്, എന്നാൽ മുഴുവൻ മനുഷ്യരോടും അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് പക്ഷെ ഫലവത്താവുന്നത് ആ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ കാര്യത്തിലാണ്. ലിതുഅ്മിനൂ ബില്ലാഹി വ റസൂലി. നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുള്ള സത്യവിശ്വാസികളായി മാറുന്നതിന് വേണ്ടിയാണ്. വതുഅസ്സിറൂഹു വതുവഖിറൂഹു എന്നാണ് തുടർന്ന് പറയുന്നത്. വതുഅസ്സിറൂഹു, നിങ്ങൾ അദ്ദേഹത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അദ്ദേഹത്തിന് കരുത്ത് പകരാൻ വേണ്ടിയാണ്. അതുപോലെ വതുവഖിറൂഹു, അദ്ദേഹത്തോട് ഗൗരവപൂർവമായ ആദരവ് അദ്ദേഹത്തിന് നിങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്. വഖാറോട് കൂടിയുള്ള ഒരു ബഹുമാനം അള്ളാഹുവിന്റെ ദൂതന് നിങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കണം, അതേപോലെ അദ്ദേഹത്തോട് ബഹുമാനം ആദരവും ഒക്കെ കാണിക്കുകയും വേണം. വഖാറോട് കൂടിയുള്ള ഒരു നിലപാട് നിങ്ങൾക്കുണ്ടാവണം. ഇംഗ്ലീഷിലെ ഈ വിഗർ എന്ന വാക്ക് ഈ തുവഖിറൂഹു എന്ന പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ള വഖാർ എന്നാണ് അതിന്റെ യഥാർത്ഥ ഉച്ചാരണം. പക്ഷെ ഈജിപ്ഷ്യൻസ് അത് വഗാർ എന്നാണ് ഉച്ചരിക്കുക. വഖാറാണ്. വഖാർ ഖുർആൻ എന്നുള്ള വാക്കിലെ ആദ്യത്തെ അക്ഷരാണ് അതിൽ രണ്ടാമത്തെ ഒരു മധ്യസ്ഥാനത്തായിട്ട് ആ വാക്കിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഈജിപ്ഷ്യൻ ആക്സന്റിലുള്ള പ്രൊനൗൺസിയേഷൻ വഗാർ എന്നാണ്. വഗാർ. അതാണ് ഇംഗ്ലീഷിലെ വിഗർ എന്ന വാക്കിന്റെ സോഴ്സ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് വലിയ ബഹുമാനം, ഭയഭക്തിയോടുകൂടിയുള്ള ഒരു ബഹുമാനത്തിനാണ്. ഒരു തമാശക്കളി കാണിച്ചുകൊണ്ടുള്ള ഒരു ബഹുമാനം പോരാ. ഒരു വലിയ ഒരളവ് ഭയപ്പാടും കൂടിയുള്ള വിധത്തിലുള്ള ബഹുമാനാദരവുകളാണ്. അങ്ങനെയുള്ള ബഹുമാനവും ആദരവും അദ്ദേഹത്തിന് നിങ്ങൾ നൽകുന്നതിന് വേണ്ടി വതുസബ്ബിഹൂഹു ബുക്രത്തം വാസീല, അതേപോലെ നിങ്ങൾ അവനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയുമാണ്. ഇതിന്റെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ ഷാഹിദും മുബശ്ശിറും അതുപോലെ നദീറുമായിട്ട് അയച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പൊ അതിന്റെ കാരണങ്ങളായി അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തില് ഒരു സാങ്കേതികമായ പ്രശ്നം ഖുർആൻ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുള്ളവരാകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം വതുഅസ്സിറൂഹു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ പിൻബലപ്പെടുത്തുന്ന, ആരെ പിന്തുണക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. തുഅസ്സിറൂഹു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് അള്ളാഹുവിലേക്ക് ആ പ്രോനൗൺ മടങ്ങാം, ആ ലമീർ അതിന്റെ സൂചകം അള്ളാഹു ആകാം. അതല്ലെങ്കിൽ അവിടെ തന്നെ പറയുന്ന വറസൂലിഹി, അവന്റെ ദൂതനാവാം. അപ്പൊ ഇതിന്റെ ഈ പദങ്ങൾ നൽകുന്ന ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് 2-3 വാക്കുകളിൽ തുഅസ്സിറൂഹു, തുവഖിറൂഹു, തുസബ്ബിഹൂഹു എന്നൊക്കെ വന്നല്ലോ. അതിൽ ചിലത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നതും ചിലത് പ്രവാചകനിലേക്ക് ചേർത്ത് പറയാവുന്നതുമാണ്. പക്ഷെ ഒരേ കോണ്ടെക്സ്റ്റില് ഇങ്ങനെ 3-4 പ്രയോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അതില് ഒരു സർവനാമം ഒരു സൂചകത്തിലേക്ക് സൂചന നൽകുന്ന വിധത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവയൊക്കെയും തന്നെ ഒരേ സൂചകത്തിലേക്ക് തന്നെ സൂചന നൽകുന്നതാവണം എന്ന ഒരു വ്യാകരണ തത്വം പറഞ്ഞുകൊണ്ടാണ് ഇത് ചിലര് ഇതൊക്കെയും അള്ളാഹുവിനെ തന്നെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ, ആ ഒരു ആംഗിളിൽ വായിക്കുകയാണെങ്കിൽ ഈ തുഅസ്സിറൂഹു വതുവഖിറൂഹു വതുസബ്ബിഹൂഹു എന്നൊക്കെ പറഞ്ഞത് മുഴുവനായും അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പിന്തുണക്കുന്നതിനും അള്ളാഹുവിനോട് ഭക്തിയാദരവുകളും ബഹുമാനവും കാണിക്കുന്നതിനും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിനും എന്ന അർത്ഥത്തിൽ വായിക്കേണ്ടി വരും. അങ്ങനെയാണ് അവര് വായിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വായന സാധ്യതയുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പദങ്ങള് അതിനേക്കാൾ തുഅസ്സിറൂഹു എന്നതും തുവഖിറൂഹു എന്നതും വേറെ പലയിടങ്ങളിലും സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ തങ്ങളുടെ പ്രവാചകനോട് സ്വീകരിക്കേണ്ട ഒരു നിലപാടായിട്ട് ഖുർആൻ വേറെ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ആയത്തില് അള്ളാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന എന്ന് തുടങ്ങുന്ന ഒരു ആയത്തിൽ പ്രവാചകന്മാരോട് അള്ളാഹു ഒരു കരാറ് സ്വീകരിച്ച, ഒരു ഉടമ്പടി സ്വീകരിച്ച കാര്യം പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ കാലശേഷം മറ്റൊരു പ്രവാചകൻ വരും. അങ്ങനെ വരുമ്പോ അദ്ദേഹത്തെ നിങ്ങൾ ഈ വിധത്തില് ഈ തുഅസ്സിറൂഹു വതുവഖിറൂഹു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കണം, അദ്ദേഹത്തിന് കരുത്തു പകരണം, അദ്ദേഹത്തെ സഹായിക്കണം, അദ്ദേഹത്തിൽ വിശ്വാസമുള്ളവരാകണം എന്നൊക്കെയുള്ള നിലക്ക് പൂർവിക സമൂഹങ്ങൾക്ക് അവരുടെ പ്രവാചകന്മാരും മുഖേന അള്ളാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകന്റെ കാലശേഷം ഒരു അന്ത്യപ്രവാചകൻ ആഗതനായി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, അദ്ദേഹത്തെ പിന്തുണക്കണം, അദ്ദേഹത്തെ സഹായിക്കണം, അദ്ദേഹത്തിന് കരുത്തു പകരണം എന്ന നിർദ്ദേശം നൽകുന്ന ആ ആയത്തില് ഈ വാക്കുകള് പ്രവാചകനിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 പദങ്ങള് ഇതിന്റെ സൂചകം പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുണക്കുക, അതുപോലെ ആ പ്രവാചകനോട് ആദരവും ബഹുമാനവും കാണിക്കുക എന്നതാണ് എന്ന നിലക്ക് അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിന് സാധ്യതയും ഉണ്ട്. എന്നാൽ അതിന് ശേഷം പറയുന്ന വതുസബ്ബിഹൂഹു ബുക്രത്തം വാസീല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ടൊന്നുമല്ല, അത് അള്ളാഹുവിനെ തന്നെ പരാമർശിക്കുന്ന വിധത്തിലാണ്. തസ്ബീഹ് ചെയ്യേണ്ടത് അള്ളാഹുവിനാണ്. ആകാശഭൂമികളിലുള്ള സകലതും തസ്ബീഹ് ചെയ്യുന്നത് അള്ളാഹുവിനാണ്. അപ്പൊ നിങ്ങള് വതുസബ്ബിഹൂഹു ബുക്രത്തം വാസീല, നിങ്ങൾ അവന് പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി തസ്ബീഹ് ചെയ്യുന്നവരാകുന്നതിനും വേണ്ടിയാണ് അള്ളാഹു തന്റെ ദൂതനെ ഷാഹിദും മുബശ്ശിറും നദീറുമായിട്ട് അയച്ചിരിക്കുന്നത്. ഇവിടെ രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും
ബുക്രത്തം വാശീല ആയിട്ട് പ്രകീർത്തനം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ആരാധനകളിൽ ഏർപ്പെടലാണ്, പ്രകീർത്തനങ്ങൾ നടത്തലാണ്. പക്ഷെ അത് രണ്ട് നേരങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, രാവിലെയും വൈകുന്നേരവും. അപ്പോ രാവിലെയും വൈകുന്നേരവും എന്ന ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ രാവിലെ എന്നത് പകല് മുഴുവനായും, വൈകുന്നേരം എന്നത് രാത്രി മുഴുവനായും എന്ന ഒരു സൂചന നൽകുന്നതിന് വേണ്ടിയായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. നമസ്കാരം, അതുപോലെ അദ്കാറുകള്, അള്ളാഹുവിനെ സ്മരിക്കുന്ന തരം വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അവനോടുള്ള ഭയഭക്തിയോടുകൂടി നിലകൊള്ളുക എന്ന ഒരാശയം അത് നമുക്ക് പകർന്നു തരുന്നുണ്ട്. അപ്പോ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരാകുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു നടപടി അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ് ആ നടപടി? തന്റെ ദൂതനെ ഷാഹിദും അതുപോലെ മുബഷിറും നദീറുമായിട്ട് അള്ളാഹു അയക്കുകയുണ്ടായി എന്നതാണ് ആ നടപടി. അതിന്റെ ലക്ഷ്യം നിങ്ങൾ വിശ്വാസികളാവണം അള്ളാഹുവിനും അവന്റെ ദൂതനിലും. അതേപോലെ നിങ്ങൾ സഹായിക്കണം അവന്റെ ദൂതനെ, നിങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കണം. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വലിയ ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് അർപ്പിക്കുന്നവരായിട്ടാണ് ഉണ്ടാവേണ്ടത്. പകലുടനീളവും രാവുടനീളവും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം. തസ്ബീഹ് ചെയ്യുന്ന പ്രത്യക്ഷ രൂപം സുബ്ഹാനല്ലാഹ് എന്ന് പറയലാണ്. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അളീം. ഈ രണ്ട് തസ്ബീഹ് രൂപങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായത് അതിനെക്കുറിച്ച്, അത് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, അത് നാവിൻ തുമ്പിൽ ഭാരം കുറഞ്ഞ രണ്ട് വാക്യങ്ങളാണ്. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, അള്ളാഹുവിന്റെ തുലാസില് കനമേറെയുള്ള രണ്ട് വാക്യങ്ങളുമാണത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദമാക്കിയത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ തസ്ബീഹ് ചെയ്യാനാണ്, അള്ളാഹുവിനെ തസ്ബീഹ് അർപ്പിക്കുന്ന രണ്ട് രൂപങ്ങളാണ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അളീം. ഇത് തുലാസിനെ കനം കൂട്ടുന്ന ഒരു സംഗതിയാണ്. അത് നമ്മള് അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം പൂർണ്ണമായി അള്ളാഹുവിനുള്ള സ്മരണയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിമിഷത്തിലും നമ്മുടെ ചുണ്ടുകൾ അറിയാതെ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അളീം എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, അതുപോലെ ആലോചനയിലായിരിക്കുമ്പോൾ, അതുപോലെ വേറെ മെക്കാനിക്കലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലും നമ്മളുടെ സമർപ്പണം അള്ളാഹുവിനുള്ളതായി മാറുകയും അള്ളാഹുവിനെ നമ്മുടെ ഹൃദയത്തില് നമ്മൾ കുടിയിരുത്തുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാവും തുമ്പിലും നമ്മുടെ ചുണ്ടുകളിലും അങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടേയിരിക്കും. അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഉണ്ടായി വരുന്ന ഒരു വലിയ പരിവർത്തനമാണ്. കൃത്രിമമായി അദ്കാറുകൾ ഉച്ചരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ശ്വാസമെടുപ്പിന്റെ തന്നെ ഭാഗമായിട്ട് ഈ അദ്കാറുകൾ മാറും. നമ്മൾ ആ നിലക്ക് അതിനെ ഉൾക്കൊള്ളുകയും ജീവിതത്തെ അള്ളാഹുവിന് അതിന്റെ പരിപൂർണതയോടുകൂടി സമർപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യുമ്പോൾ അതൊരു സ്ട്രെയിനായ, നമ്മൾ കോൺഷ്യസ് ആയി നടത്തുന്ന ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു സംഗതി ഒന്നും ആവില്ല. ഉപബോധ മനസ്സിൽ നമ്മൾ അത് സ്ഥാപിച്ചിട്ടുണ്ടാകും. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ഈ വാക്കുകൾ അല്ലെങ്കിൽ സമാനമായ വാക്കുകൾ അങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുന്നവരായി മാറും. അതുകൊണ്ട് നമുക്കൊരിക്കലും ഏകാന്തത അനുഭവപ്പെടൂല, ഒറ്റപ്പെടൽ അനുഭവപ്പെടൂല. കാരണം നമ്മുടെ നാവും തുമ്പ് എപ്പോഴും ഈ ഈ ദിക്റുകൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമ്മൾ അള്ളാഹുവിനോടുള്ള സംസാരമാണല്ലോ.
ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിനുള്ള വാഴ്ത്തലാണ്. അത് നമുക്കൊരു വലിയ പരിചയമാണ്, വലിയൊരു കരുത്താണ്, ഒരു രക്ഷാ കവചമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് പ്രചാരത്തിലുള്ള ഒരു അദ്കാറുകളുടെ പുസ്തകത്തിന്റെ ഒരു പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ പേര് ഹിസ്നുൽ മുസ്ലിം എന്നാണ്. ഹിസ്ന് എന്ന് പറഞ്ഞ കോട്ട എന്നാണ് അർത്ഥം. വിശ്വാസിയുടെ കോട്ട എന്നാണ് ആ ദിക്റുകളുടെ സമാഹാരമായ ഒരു പുസ്തകത്തിന്. അത് ഇസ്ലാമിക ലോകത്ത് വളരെയേറെ പ്രചാരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച അദ്കാറുകളുടെ ഒരു ഒരു സമാഹാരമാണ്. ചെറിയൊരു പുസ്തകമായിട്ട് എല്ലായിടങ്ങളിലും നമ്മൾ കാണും, വിൽപ്പനക്കുള്ളതായിട്ട് പള്ളിയുടെ മുന്നിലൊക്കെ കാണാം. അറബ് ലോകത്ത് അത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാറുണ്ട്. അപ്പൊ ആ ഒരു പുസ്തകത്തിന്റെ പേര് ഹിസ്നുൽ മുസ്ലിം എന്നാണ്. മുസ്ലിമിന്റെ രക്ഷാ കവചം, കോട്ട എന്നൊക്കെയാണ്. അപ്പൊ ഈ അദ്കാറുകളാണ് നമുക്ക് നമ്മളെ ഒരു സുരക്ഷിതത്വത്തിന്റെ ഒരു കോട്ടയ്ക്കകത്തായിട്ട് നിലനിർത്തുന്ന ഒരു കാര്യം. നമ്മുടെ സംരക്ഷണത്തിന്റെ ഒരു ദൗത്യം നമ്മൾ അള്ളാഹുവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത്, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനുള്ള അദ്കാറുകളിലായിട്ട് കഴിയുന്ന ഒരു നിലപാടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് രൂപപ്പെട്ടു വരാം. ഞാനത് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അള്ളാഹുവിന് സമർപ്പിച്ച ആളുകളായി മാറി നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുള്ളവരായി അവന്റെ ദൂതനെ പിന്തുണക്കുകയും സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായി മാറാൻ, അതുപോലെ പകലുടനീളവും രാവുടനീളവും അള്ളാഹുവിനുള്ള തസ്ബീഹില് ഏർപ്പെടുന്നവരായി മാറുന്നതിനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. അള്ളാഹുവിന്റെ ദൂതനെ ഷാഹിദും മുബശ്ശിറും നദീറുമായിട്ട് അയച്ചതിന്റെ ലക്ഷ്യം അതാണ് എന്ന് പറയുന്നു. ഇത് നമ്മൾ ഉണർവിലുള്ള സമയത്ത് നമ്മൾ ദിക്റുകള് ധാരാളമായിട്ട് നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഭക്ഷണം അവസാനിപ്പിക്കുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി തുമ്മിയാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. മറ്റൊരാള് തുമ്മിയാൽ നമ്മൾ യർഹമക്കുമുള്ള എന്ന് പറയുകയാണ്. അങ്ങനെ ഒരാള് നമ്മളോട് യർഹമക്കുമുള്ള എന്ന് പറഞ്ഞാൽ യഹ്ദീക്കുമുള്ള വയുസ്ലിഹു ബാലക്കും എന്ന് നമ്മൾ പറയാം. നമ്മളൊരു ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മള് അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് അങ്ങോട്ട് കടക്കുന്നത്. പുറത്ത് കടക്കുമ്പോൾ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ദിക്ർ നടത്തിക്കൊണ്ടാണ് പുറപ്പെടുന്നത്. അതുപോലെ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ, പുതിയ വസ്ത്രം അണിയുമ്പോൾ, ചെരുപ്പുകൾ അണിയുമ്പോൾ, അതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു മജ്ലിസിൽ ഇരുന്ന് എണീക്കുമ്പോൾ ഒരു കഫാറത്തായിട്ട് നമ്മള് സ്വലാത്ത് ചൊല്ലുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഒരു മജ്ലിസിൽ ഒരു കാര്യം പഠിക്കാനോ പഠിപ്പിക്കാനോ ഒക്കെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് നിർവഹിക്കുക എന്നുള്ളത് ആ മജ്ലിസിലെ വീഴ്ചകളുടെയോ പോരായ്മകളുടെയോ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ഉണർവിലും അതുപോലെ ഇനി ഉറക്കത്തിലും തന്നെയും, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളൊരു ദിക്റും പ്രാർത്ഥനയും നടത്തിയിട്ടാണല്ലോ കിടക്കുന്നത്. ഇതിനിടക്ക് ഉണർന്നു പോയാല് നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന വാക്കുകളാണ് ഒരുവിടുന്നത്. അങ്ങനെ ഉണർവിലും ഉറക്കത്തിലും അള്ളാഹുവിന്റെ സ്മരണ വളരെ ലൈവാക്കി മാറ്റുക എന്നത് ഒരു വിശ്വാസ മാർഗത്തിൽ പ്രവേശിച്ച ഒരാളുടെ ജീവിതത്തിന്റെ ഒരു 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 അയാളുടെ ഈമാൻ പ്രകടമാവുന്ന അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അനുഭവിക്കാൻ കഴിയുന്ന ഒരു തലമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു ഈ വിഷയത്തിലേക്ക് വരികയാണ് ഈ 10ാമത്തെ ആയത്തിൽ. അതിങ്ങനെയാണ്, ഇന്നല്ലദീന യുബായിഊനക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, നിശ്ചയമായിട്ടും താങ്കളോട് പ്രതിജ്ഞ ചെയ്തവരുണ്ടല്ലോ. ഇന്നല്ലദീന യുബായിഊനക, താങ്കളോട് ഇപ്പോ ബയ്യത്ത് ചെയ്യുകയുണ്ടായ ആളുകൾ, ഇന്നമാ യുബായിഊന അല്ലാഹ, നിശ്ചയമായിട്ടും അവര് അള്ളാഹുവിനോടാണ് ബയ്യത്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിനോടാണ് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. താങ്കളോട് ബയ്യത്ത് ചെയ്യുകയുണ്ടായ ആളുകൾ
താങ്കൾക്ക് കൈ തന്നിട്ടാണ് അവര് താങ്കളോട് ബൈഅത്ത് ചെയ്യുന്നത്. ആ സംഭവത്തില് അത് നടക്കുന്ന കാര്യം നമുക്കൊക്കെ അറിയാം. നേരത്തെ നമ്മൾ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു. ബൈഅത്തു റിളുവാനാണ്. ബൈഅത്തു റിളുവാൻ നടക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രതിനിധിയായി നിയോഗിച്ചയക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം മക്കയില് കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പ്രചരിക്കുകയും അദ്ദേഹം മടങ്ങി വരുന്നത് കാണാതെ നാളുകൾ കഴിഞ്ഞപ്പോ അത് സത്യമായിരിക്കാം എന്ന് വിശ്വാസികള് ഭയപ്പെടുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് എന്ത് ഭീഷണി ഉണ്ടാവുകയാണെങ്കിലും ധൈര്യസമേതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കും. പോരാടേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യും. എല്ലാവരും തന്നെ അരിഞ്ഞു വീഴ്ത്തപ്പെടുകയാണെങ്കിലും ഒരാൾ പോലും പിന്തിരിഞ്ഞോടുകയില്ല എന്ന വിധത്തില് അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഞങ്ങൾ ഉറച്ചുണ്ടാവും എന്ന് അള്ളാഹുവിന്റെ നാമധേയത്തില് അള്ളാഹുവിന്റെ ദൂതനോട് പ്രതിജ്ഞ ചെയ്ത സംഭവമാണ് ഈ ബൈഅത്ത് റിളുവാനായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിശ്ചയമായിട്ടും പ്രവാചകരെ താങ്കളോട് പ്രതിജ്ഞ ചെയ്യുന്ന ആ ആളുകൾ യഥാർത്ഥത്തിൽ ഇന്നമായി യുബായിഊന അല്ലാഹ്, അവർ അള്ളാഹുവിനോടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കൈകൾക്ക് മുകളിലായിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ കൈ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവർക്ക് കൈ കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അവരുടെ വലത് കൈ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വലത് കൈയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവര് പ്രതിജ്ഞ ചെയ്തത്, ഈ പറഞ്ഞ പ്രതിജ്ഞ ചെയ്തത്. അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ ചെയ്തപ്പോ അവര് നിനക്ക് കൈ തന്നുകൊണ്ട് പ്രതിജ്ഞ നടത്തിയപ്പോ യഥാർത്ഥത്തിൽ അവര് കൈ കൊടുത്തത് അവരുടെ കൈക്ക് മുകളിലുണ്ടായിരുന്ന കൈ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ബൈഅത്ത് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ബൈഅത്ത് അള്ളാഹുവിനോട് തന്നെയുള്ള ബൈഅത്താണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണത് പറയുന്നത്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, ഈ കൈ കൊടുക്കുക എന്നത് വളരെ ഗൗരവമുള്ള എല്ലാ പ്രതിജ്ഞകൾക്കും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ വലത് കൈ ഉടമപ്പെടുത്തിയവര് എന്ന് പറയുമ്പോൾ അവിടെയും നമ്മളൊരു കൈ കൊടുക്കുകയാണ്. കൈ കൊടുത്തിട്ടാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവിന്റെ അടുക്കൽ നിന്ന് ഒരാളുടെ ഉത്തരവാദിത്വം ഏറ്റുവാങ്ങുന്നത്. അത് ആണായാലും പെണ്ണായാലും ഒരു ഉത്തരവാദിത്വം ഏറ്റുവാങ്ങലാണ്. ഇതേപോലെ കൈ കൊടുത്തുകൊണ്ടാണ് വിവാഹവേളയിൽ നിക്കാഹ് നടക്കുമ്പോൾ പെണ്ണിന്റെ ബാപ്പായിൽ നിന്ന് അല്ലെങ്കിൽ വലിയിൽ നിന്ന് കൈ കൊടുത്തുകൊണ്ടാണ് വരൻ അവളെ സ്വീകരിക്കുന്നത്. ആ ഏറ്റുവാങ്ങല് ഒരു വലിയ ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റുവാങ്ങലാണ്. അത് നിർവഹിക്കപ്പെടുമ്പോൾ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം യദുല്ലാഹി ഫൗഖ ഐദീ, അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മുകളിലുണ്ടായിരുന്നു അവര് കൈ കൊടുത്ത നേരത്ത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള നിലക്കാണ് അള്ളാഹുവിന്റെ ദൂതന് അവര് കൈ കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തുള്ള കൈ അള്ളാഹുവിന്റെ ദൂതന്റെ കൈയാണ്, പക്ഷെ അത് അള്ളാഹുവിന്റെ കൈകൾ തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിന് വേണ്ടിയാണ് ആ ബൈഅത്ത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഫമൻ നക്കസ, ആരെങ്കിലും ഇതില് വല്ല വീഴ്ചയും വരുത്തുന്നുവെങ്കിൽ, ഈ കാര്യത്തില് ആരെങ്കിലും പ്രതിജ്ഞ ലംഘിക്കുക പോലെയുള്ള സംഗതി ചെയ്യുന്നുവെങ്കിൽ ഫഇന്നമാ യൻകുസു അലാ നഫ്സി, അവൻ ആ പ്രതിജ്ഞാ ലംഘനം നടത്തുന്നത് അവന് തന്നെ ദ്രോഹമാകുന്ന വിധത്തിലാണ്. വേറെ ആർക്കും അതിന്റെ ദ്രോഹം ഉണ്ടാവില്ല. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെട്ട ആ പ്രതിജ്ഞ ആരെങ്കിലും ലംഘിക്കുന്നു, അതിൽ വീഴ്ച വരുത്തുന്നു, അത് നടപ്പിലാക്കുന്നില്ല എങ്കിൽ ഫമൻ നക്കസ ഫഇന്നമാ യൻകുസു അലാ നഫ്സി, അത് അവന് തന്നെ ദ്രോഹകരമാവുന്ന വിധത്തിലാണ് അയാള് ആ പ്രതിജ്ഞാ ലംഘനം നടത്തുന്നത്. വമൻ ഔഫ, ആരെങ്കിലും പൂർത്തീകരിച്ച് നടത്തുന്നുവെങ്കിൽ ബിമാ ആഹദ അലൈഹുല്ല, അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ നടത്തിയിട്ടുള്ള പ്രതിജ്ഞയെ, കരാർ ചെയ്തിട്ടുള്ള കാര്യത്തെ
അതിന്റെ തികവോടുകൂടി ഒരാൾ നടപ്പിലാക്കുന്നു, അത് ലംഘിക്കുന്നില്ല, അതിൽ വീഴ്ച വരുത്തുന്നില്ല, അതിൽ വെള്ളം ചേർക്കുന്നില്ല, അതിന്റെ പൂർണ്ണതയോടുകൂടി അത് ഒരാൾ നടപ്പിലാക്കുന്നു ആ കരാർ എങ്കിൽ ഫസയുതീഹി അജ്റൻ അളീമ, തീർച്ചയായിട്ടും അവന് അള്ളാഹു വൈകാതെ തന്നെ മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അങ്ങേയറ്റത്തെ മഹത്വമുള്ള വിധത്തിലുള്ള പ്രതിഫലം അങ്ങനെ ചെയ്യുന്നവർക്ക്, കരാറ് ചെയ്തിട്ട് പ്രതിജ്ഞ ചെയ്തിട്ട് അതിൽ വീഴ്ച വരുത്താതെ തികവോടുകൂടി പൂർണ്ണതയോടുകൂടി ആരെങ്കിലും അത് നിർവഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരാൾക്ക് മഹത്തരമായ പ്രതിഫലമാണ് അള്ളാഹു വൈകാതെ തന്നെ നൽകുമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ബയ്യത്തുൽ റിദ്വാൻ എന്ന സംഭവം അത് അങ്ങേയറ്റത്ത് പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. ബയ്യത്ത് ചെയ്യാൻ സന്നദ്ധരായ ആ 1398 പേരെന്ന് പറയേണ്ടി വരും. ആ ഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇല്ല. ഒരാള് ഒട്ടകത്തിന്റെ മറവില് ഒളിച്ചു നിന്നുകൊണ്ട് ബയ്യത്തുൽ റിദ്വാനിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. അയാൾ പിന്നീട് മുനാഫിക്കുകളിൽ പെട്ട ആളായിട്ട് മനസ്സിലാക്കപ്പെടുന്ന വിധത്തിൽ പലതും വിശദാംശങ്ങളും കാണാൻ കഴിയും. അപ്പൊ ഈ മനുഷ്യൻ ഒഴികെ 1398 ആളുകള് അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ ഘട്ടത്തില് ബയ്യത്ത് നടത്തുകയാണല്ലോ. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു, ഗൗരവമുള്ളതായിരുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് നിസ്സാരമായി ഗണിക്കേണ്ട ഒരു സംഗതിയല്ല. അങ്ങനെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതൻ, അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളുകൾ ആ പ്രതിജ്ഞ പൂർത്തീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിമഹത്തരമായ പ്രതിഫലമാണ് അങ്ങനെ ഒരാൾക്കുള്ളത്. ആരെങ്കിലും അത് വീഴ്ച വരുത്തുന്നു, അത് ലംഘിക്കുന്നു, അതില് എന്തെങ്കിലും വെള്ളം ചേർക്കുന്നു, ഡൈല്യൂഷൻ ഉണ്ടാക്കുന്നുവെങ്കിൽ, അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളാത്ത വിധത്തില് ഒരാൾ പെരുമാറുന്നുവെങ്കിൽ അതിന്റെ ദ്രോഹം അവന് തന്നെയാണ്, അതിന്റെ എല്ലാ വിധത്തിലുള്ള ഭവിഷ്യത്തും അവന് തന്നെയാണുള്ളത് എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. ഫമൻ നക്കസ ഫഇന്നമാ യൻകുസു അലാ നഫ്സി, ആരെങ്കിലും അത് ലംഘിക്കുന്നു അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ അതിന്റെ പരിണതി അവന് തന്നെയാണ്, അവനെതിരെ തന്നെയാണ് അതിന്റെ ഫലങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഒമൻ ഔഫ ബിമാ അഹദ അലൈഹുല്ല, ഇവിടെ ഒരു വ്യാകരണ പ്രശ്നമുണ്ട്. അറബി ഭാഷയിൽ യഥാർത്ഥത്തിൽ ഒമൻ ഔഫ ബിമാ അഹദ അലൈഹില്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ഖുർആനിൽ അലൈഹുല്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ കരാറിനെ പൂർത്തീകരിക്കുന്നുവെങ്കിൽ, അതിന്റെ പൂർണ്ണതയോടുകൂടി അത് നിർവഹിക്കുന്നുവെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ കാണുകയുണ്ടായത്. അർത്ഥത്തിലൊന്നും പ്രശ്നമില്ല. പക്ഷെ വ്യാകരണത്തില് ഈ ആഹദ അലൈഹില്ല എന്നതിന് പകരം ഖുർആൻ അവതരിച്ചിരിക്കുന്നത് ആഹദ അലൈഹുല്ല എന്നാണ്. ഖുർആനിൽ ഒരാളും കൈകടത്തിയിട്ടില്ല എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണത്. കാരണം മനുഷ്യൻ രചിക്കുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ മനുഷ്യന് ഇഷ്ടമുള്ള വിധത്തില് അവന്റെ സ്വീകാര്യതയിലുള്ള വ്യാകരണ നിയമങ്ങൾ അനുസരിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ അലൈഹില്ല എന്നാണ് വേണ്ടത്, അലൈഹുല്ല എന്ന് വരില്ല. അല ഹുവ എന്നതിന്റെ ചുരുക്കാണ് അലൈഹി എന്ന് പറയുന്നത്. അതിന്റെ മേൽ ആരെങ്കിലും അതിന്റെ നിർവഹണം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഏതൊന്നിന്റെ മേലാണോ അതിന്റെ നിർവഹണം ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ളവന് വലിയ പ്രതിഫലമുണ്ട് എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് അള്ളാഹു എന്തുകൊണ്ട് അലൈഹുല്ല എന്ന് പറഞ്ഞു, അലൈഹില്ല എന്ന് പറഞ്ഞില്ല എന്നത് ഒരു ന്യായമായ ചോദ്യമാണ്. അതിന് മുഫസ്സിറുകൾ പല വിശദീകരണങ്ങളും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ അലൈഹുല്ല എന്ന് പറയുന്നത് അള്ളാഹുയുടെ വ്യാകരണ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. വ്യാകരണ നിയമം എന്നല്ല, അള്ളാഹു വെച്ചിട്ടുള്ള പ്രാപഞ്ചിക നിയമങ്ങളെ വരെ ചില ഘട്ടങ്ങളിൽ അള്ളാഹു ലംഘിക്കാറുണ്ട്, അത്രയും പ്രാധാന്യമുള്ള സന്ദർഭങ്ങളിൽ. ഉദാഹരണത്തിന് സകല പ്രാപഞ്ചിക നിയമങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടാണ് മൂസ അലൈഹിസ്ലാം കടലില് വടികൊണ്ടടിച്ചപ്പോ കടല് പിളർന്നു മാറിയത്.
അവിടെ വിശാലമായൊരു പാത ഉണ്ടായി വന്നത്. അത് പ്രാപഞ്ചിക നിയമങ്ങളെ അള്ളാഹു മാറ്റിവെക്കുകയാണ്, അള്ളാഹു ലംഘിക്കുകയാണ്. അവിടെ അള്ളാഹുവിന് അതിന് അധികാരമുണ്ട്, അള്ളാഹു അതിന് കഴിവുള്ളവനുമാണ്. അതാണ് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കാര്യം. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കാൻ പ്രാപഞ്ചിക നിയമങ്ങൾ തടസ്സമാകും എന്ന ആശങ്കയൊന്നും ആർക്കും വേണ്ട. അതങ്ങ് മാറ്റിവെക്കാനും അത് പ്രയോഗത്തിൽ ഇല്ലാതെയാക്കാനും ഒക്കെ അള്ളാഹുവിന് സാധിക്കും. പ്രാപഞ്ചിക നിയമങ്ങളുടെ മേൽ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല. ആവശ്യമുള്ള ഘട്ടത്തിൽ വടി തറയിലിട്ടപ്പോ വടി തന്നെ ആയിട്ടാണ് നിൽക്കേണ്ടത്, അതാണ് പ്രാപഞ്ചിക നിയമം. പക്ഷെ മൂസ അലൈഹി ഇസ്ലാം വടി തറയിലിട്ടപ്പോ ഒരു അത്യുഗ്രൻ സർപ്പമായിട്ട് തോന്നുകയല്ല, സർപ്പമായി മാറി എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് ഒരു നിലക്കും വഴങ്ങുന്ന ഒരു കാര്യമല്ല. വടി തറയിലിട്ടാൽ പാമ്പാവുക എന്നത് പ്രാപഞ്ചിക സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ഈ മാജിക് നടത്തുന്ന ആളുകൾ അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കും, അത് വെറും തോന്നിപ്പിക്കൽ മാത്രമാണ്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി തറയിലിട്ടത് പാമ്പാകാൻ വേണ്ടിയാണ്, അത് പാമ്പായി മാറുകയും ചെയ്തു എന്നതാണ് ഖുർആൻ പറയുന്ന കാര്യം. അപ്പോ അവിടെയും പ്രാപഞ്ചിക നിയമത്തെ അള്ളാഹു മാറ്റി നിർത്തുകയാണ്. ഇവിടെ അള്ളാഹു ഒരു ഭാഷയുടെ അടിസ്ഥാനപരമായ വ്യാകരണ നിയമത്തെ അങ്ങ് ലംഘിക്കുകയാണ്. ഉദ്ദേശ്യപൂർവം ആ വ്യാകരണ നിയമത്തെ ലംഘിച്ച് 1500ഓളം വർഷങ്ങളായിട്ട് ആളുകള് ആ വ്യാകരണ നിയമത്തെ ലംഘിച്ചുകൊണ്ടുള്ള പാരായണമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് വമൻ ഔഫ ബിമാ ആഹദ അലൈഹില്ല എന്നല്ലാതെ അത് ശരിയാക്കി അലൈഹില്ല എന്ന് നമുക്ക് പാരായണം ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കുമോ? നിസ്കാരത്തില് ആഹദ അലൈഹില്ല എന്ന് വ്യാകരണം ശരിയാക്കിയിട്ട് ആരെങ്കിലും പാരായണം ചെയ്താൽ ആ നിസ്കാരത്തിലുള്ള ഖുർആൻ അറിയുന്ന എല്ലാവരും പിടികൂടിയിട്ട് തിരുത്തും. അങ്ങനെയല്ല, ആഹദ അലൈഹുല്ല എന്നാണ് അള്ളാഹു ഇറക്കിയ കിതാബിലുള്ളത് എന്ന് പറയും. എന്നാൽ വ്യാകരണപരമായിട്ടോ അലൈഹില്ല എന്നാണ് വേണ്ടത്. ഇത് അള്ളാഹുവിന്റെ ഒരു വളരെ യുക്തിപൂർവകമായ ഒരു ഇടപെടലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അതിപ്രധാനമായ ഒരു ഉടമ്പടി നിർവഹിക്കപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ആ ഉടമ്പടിയുടെ പ്രാധാന്യം ഈ സൂറത്ത് അവതരിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള ഇസ്ലാമിക സമൂഹത്തിന് അത് വലിയൊരു ഓർമ്മപ്പെടുത്തലായിട്ട് അവിടെ നിൽക്കേണ്ടി വരികയാണ് നമ്മൾ. ഇത് ശരിയല്ലല്ലോ, ഈ വ്യാകരണ പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ എന്ന ഒരു ആലോചനയിൽ നമ്മൾ അവിടെ ഒന്ന് കെട്ടിക്കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് ബോധ്യപ്പെടാതെ, അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകാതെ അറബി അറിയുന്ന ഒരാൾ കടന്നു പോകില്ല. അപ്പൊ ഇത് അള്ളാഹു ഉദ്ദേശ്യപൂർവം തന്നെ ചെയ്തിട്ടുള്ള ഒരു ഡീവിയേഷൻ ആണ്. വ്യാകരണ നിയമങ്ങളെ അതിൽ നിന്നൊന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അട്ടറൻസ് നടത്തുന്നത്, അതിൽ പ്രതിപാദിക്കുന്ന ആ കരാറിന്റെ ബയ്യത്തുൽ റിദ്വാനിന്റെ അത്യസാധാരണമായ പ്രാധാന്യത്തെ എക്കാലത്തും ഖുർആൻ വായന നടത്തുന്ന ആളുകളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിവൈൻ ഡിസിഷനാണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വായിക്കുമ്പോൾ. പല വിശദീകരണങ്ങളും ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അലൈഹു എന്നത് അലാഹുവ എന്നതിന്റെ ചുരുക്കം. അപ്പൊ ഹുവ എന്നതിലെ ആദ്യത്തെ അക്ഷരം ഹു എന്നതാണല്ലോ. ആ ഹു എന്ന ആ ശബ്ദം അതേപടി നിലനിർത്തിയതാണ്, അങ്ങനെയാണ് അലൈഹു എന്ന് വന്നത്. ഇതൊക്കെ അതിന്റെ ഭാഷാപരമായിട്ടുള്ള വിശദീകരണങ്ങളാണ്. എന്നാൽ എനിക്ക് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നത് ആശയപരമായിട്ടാണ്. അള്ളാഹു പ്രാപഞ്ചിക നിയമങ്ങളെ എന്തിനാണ് മാറ്റിവെക്കുന്നത്? അത് അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തുന്നതിനാണ്. അള്ളാഹുവിന്റെ അത്തരം നടപടികൾ ഉണ്ടായ നാളുകളെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അയ്യാമുള്ള എന്നാണ്. അള്ളാഹുവിന്റെ നാളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട അല്ലെങ്കിൽ ബോധ്യപ്പെട്ട സന്ദർഭങ്ങളുള്ള ദിവസങ്ങളാണ്. അതേപോലെ ഭാഷയില് അള്ളാഹു ഒരു ഇടപെടൽ നടത്തിയത് അവന്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കരാർ ചെയ്തത് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് കൈകൊടുത്തുകൊണ്ടാണല്ലോ. പക്ഷെ അവിടെ അള്ളാഹ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൈകൾക്ക് മീതെ ഉണ്ടായിരുന്നത് അള്ളാഹുവിന്റെ കൈയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വളരെ ശ്രദ്ധേയമായൊരു സംഭവം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് അയച്ച്
അവര് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു സമയമാണല്ലോ. ഒരു പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ആ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുക്കുകയുണ്ടായില്ല എന്ന് വരാതിരിക്കാൻ വേണ്ടി ആ ബൈഅത്തിന്റെ പ്രാധാന്യം കാരണമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഒരു കൈ മറ്റേ കൈയിൽ വെച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തില് അപ്പുറത്തുള്ള കൈ അള്ളാഹുവിന്റെ പ്രവാചകന്റേതല്ല, അള്ളാഹുവിന്റെ കൈയാണ്. അതുകൊണ്ട് ആ സുവർണാവസരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഒരു കൈ മറ്റേ കൈയിൽ വെച്ചുകൊണ്ട് ആ പ്രതിജ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അസാന്നിധ്യത്തില് അദ്ദേഹത്തിന് വേണ്ടി നിർവഹിക്കുകയുണ്ടായത്. വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹു തന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന വിധത്തില് ഒരു വ്യാകരണ നിയമം ഇവിടെ ലംഘിച്ചുകൊണ്ടാണ് കാര്യം പറയുന്നത്. അതിന് ആ ശ്രദ്ധ എക്കാലത്തും അതിൽ പതിയണമെന്ന അള്ളാഹുവിന്റെ ഒരു തീരുമാനമുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.